മെഫെനാമിക് ആസിഡ്, അത് നമ്മൾ കൊടുക്കാൻ പാടില്ല എന്നാണ് പറയാം. അത് കഴിഞ്ഞു. അങ്ങനത്തെ ഒരവസ്ഥയിലാണ് കൊച്ചിൻ്റെ ഇത് കണ്ടിന്യൂസ് ഫീവർ വിട്ടു പോകുന്നില്ലായിരുന്നു. അങ്ങനെ തീരെ നിവൃത്തിയില്ലാണ്ടായിപ്പം പിന്നെ ഞങ്ങൾ കുഞ്ഞിൻ്റെ അവസ്ഥയും അതുപോലെ തന്നെ എനിക്ക് ആരെ നോക്കണം ഈ അവസ്ഥയിലെന്ന് അറിയാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ കൂടെയാണ് കടന്നു പോണത്. അത് കഴിഞ്ഞു ഒരു 2 മാസം കൂടി കഴിഞ്ഞപ്പം മോൾക്ക് പിന്നെയും അധികമായി. അങ്ങനെ മോളെയും കൊണ്ട് ഞങ്ങൾ വീണ്ടും വേറൊരു ഡോക്ടറെ മാറ്റി കാണിച്ചു. ആ ഡോക്ടർ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു, എത്രയും പെട്ടെന്ന് അമൃതയിലേക്ക് റെഫറൻസ് തരാം, അവിടെ പോയിട്ട് എത്രയും പെട്ടെന്ന് ഡയഗ്നോസിസ് ചെയ്യണം, ഇത്രയും നാളായിട്ടും ഒരു കൃത്യമായൊരു പ്രോപ്പർ ഡയഗ്നോസിസിലേക്ക് നമുക്ക് എത്താൻ പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾക്ക് അമൃതയിലേക്ക് റെഫറൻസ് തന്നു. ഞങ്ങൾ അമൃതയിൽ പോയി അഡ്മിറ്റായി. അമൃതയിൽ രാവിലെ ഇത് തന്നെ ലാരിഞ്ചോസ്കോപ്പിയും എൻഡോസ്കോപ്പിയാണ് നമുക്ക് അവർ സജസ്റ്റ് ചെയ്ത് തന്നത്. ഞങ്ങൾ പോയി ലാരിഞ്ചോസ്കോപ്പി ചെയ്തു. ലാരിഞ്ചോസ്കോപ്പിയിൽ പ്രത്യേകിച്ചൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. അവർ പൾമനോളജിസ്റ്റിന് റെഫർ ചെയ്തു. പൾമനോളജിസ്റ്റ് എൻഡോസ്കോപ്പി ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ എൻഡോസ്കോപ്പിക്ക് ഞങ്ങൾ രാവിലെ 6:30 കുഞ്ഞിന് ഭക്ഷണം കൊടുത്ത് കയറ്റി ഐസിയുലേക്ക് ഷിഫ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. ഐസിയുലേക്ക് അവിടെയാണ് ടെസ്റ്റ് ചെയ്യുന്നത്. ഐസിയുയിൽ 12 മണിക്കാണ് പിന്നെ അവർ ഫ്ലൂയിഡ് ഇടുന്നത്. അത്രയും നേരം കുഞ്ഞ് ഭക്ഷണം വായിലൂടെ ഒന്നും കഴിക്കാതെയാണ് ഇരുന്നത്. 10 മാസമുണ്ട് അവൾക്ക്, 10-10.5 മാസമുണ്ട്. അങ്ങനെ കഴിഞ്ഞു. അത് കഴിഞ്ഞ് 12 മണിക്ക് ഫ്ലൂയിഡ് വിട്ട് 4 മണിക്കാണ് പ്രൊസീജിയർ ചെയ്യുന്നത്. അത്രയും നേരം കണ്ടിന്യൂസ് ആയിട്ട് കുഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. എനിക്ക് മാനേജ് ചെയ്യാനേ പറ്റുന്നില്ല. കുഞ്ഞിനെ അവിടെ ഇരുത്തി ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. അങ്ങനെ പ്രൊസീജിയർ കഴിഞ്ഞ് സാധാരണ 4 to 6 hours കുഞ്ഞുങ്ങൾ ഈ പ്രൊസീജിയർ ചെയ്യുന്നതിന് വേണ്ടിയുള്ള സെഡേഷനിലായിരിക്കും. പക്ഷേ മോള് പ്രൊസീജിയർ കഴിഞ്ഞ് അരമണിക്കൂറിൻ്റെ ഉള്ളിൽ തന്നെ വേക്കായി അവൾ കരഞ്ഞു തുടങ്ങി. അപ്പോൾ പിന്നെയും എനിക്കവിടെ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയായി. അങ്ങനെ ഞങ്ങൾ ഐസിയുന്ന് പോരണമെന്ന് പറഞ്ഞു. ഐസിയുന്നും അവർ വിടുന്നില്ല, ഒബ്സർവേഷനിലിരിക്കണം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ കുറച്ച് തർക്കിച്ചിട്ടൊക്കെ അവിടെ നിന്ന് ഇറങ്ങി പോന്നു. ഞങ്ങൾ ഡിസ്ചാർജ് അഗൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ് വാങ്ങിച്ചു പോന്നു. പക്ഷേ പിന്നെയും നമുക്ക് ബ്രോങ്കോസ്കോപ്പി ചെയ്തു. ബ്രോങ്കോസ്കോപ്പി ചെയ്തതിൻ്റെ റിസൾട്ട് എന്ന് വെച്ചാൽ 50% അഡിനോയിഡ് ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷേ അഡിനോയിഡിൻ്റേത് മാത്രമായ സിംറ്റംസ് അല്ല കുഞ്ഞ് കാണിക്കുന്നത്. അതുകൊണ്ട് മറ്റ് ടെസ്റ്റുകളും അവർ സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. CT ടെസ്റ്റ് എടുക്കണം, പിന്നെ ഒരു ബാരിയം സോളോ, അത് കുഞ്ഞ് എപ്പോഴും ഫീഡ് ചെയ്യുമ്പോൾ ആസ്പിറേറ്റ് ചെയ്യുന്നത് കൊണ്ട് മറ്റൊരു ടെസ്റ്റും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതൊന്നും ചെയ്യാനുള്ള സാഹചര്യം മെൻ്റലി ആൻഡ് ഫിസിക്കലി ഞാൻ ഭയങ്കര വീക്കായിരുന്നു. കാരണം രാവിലെ തന്നെ അത്ര 6 മണിക്ക് കയറിയിട്ട് വൈകുന്നേരം 9 മണി വരെ വെള്ളം പോലും എനിക്ക് കുടിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല.